അമേരിക്കൻ സാമ്പത്തിക രംഗത്തും നികുതി നയങ്ങളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന പുതിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന വിപ്ലവകരമായ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പ്രാബല്യത്തിൽ വന്ന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ സാമ്പത്തിക രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? അതോടൊപ്പം തന്നെ നികുതിദായകരുടെ പണം വെട്ടിക്കുന്ന തട്ടിപ്പുകാരെ പൂട്ടാനും വെട്ടിക്കുറയ്ക്കുന്ന പണം വീണ്ടും സാധാരണക്കാരായ നികുതിദായകരിലേക്ക് എത്തിക്കാനും ലക്ഷ്യമിട്ട് നാലാമതൊരു ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന് US കോൺഗ്രസ് ഒരുങ്ങുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹൗസ് മെജോറിറ്റി ലീഡർ സ്റ്റീവ് സ്കാലിസ് സ്ഥിരീകരിച്ച ഈ പുതിയ പദ്ധതി എന്താണ്? ഒരു വർഷം മുമ്പ് പ്രാബല്യത്തിൽ വന്ന വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ അമേരിക്കൻ ബിസിനസ്സുകളെ എങ്ങനെ ബാധിച്ചു എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. US ജനപ്രതിനിധി സഭയിലെ റിപ്പബ്ലിക്കൻ നേതാവായ സ്റ്റീവ് സ്കാലിസ് വ്യക്തമാക്കിയതനുസരിച്ച് സർക്കാർ ഫണ്ടുകളിൽ നടക്കുന്ന തട്ടിപ്പുകളും അനാവശ്യ ചെലവുകളും തടയാൻ ലക്ഷ്യമിട്ടാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നാലാമത്തെ ബജറ്റ് റീകൺസിലിയേഷൻ ബില്ല് അവതരിപ്പിക്കുന്നത്. ഒരു സാധാരണ ബില്ലിൽ നിന്നും വ്യത്യസ്തമായി എന്താണ് ഈ റീകൺസിലിയേഷൻ പ്രോസസ് എന്ന് നോക്കാം. അമേരിക്കൻ സെനറ്റിൽ ഏതൊരു സാധാരണ നിയമവും പാസാക്കാൻ 60 വോട്ടുകൾ വേണം. എന്നാൽ റീകൺസിലിയേഷൻ പ്രക്രിയയിലൂടെ കേവല ഭൂരിപക്ഷം ഉപയോഗിച്ച് പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകളുടെ എതിർപ്പ് മറികടന്ന് ബജറ്റ് സംബന്ധമായ നിയമങ്ങൾ പാസാക്കാൻ ഭരണകക്ഷിക്ക് സാധിക്കും. സ്റ്റീവ് സ്കാലിസ് ഒരു ഉദാഹരണത്തോടെയാണ് ഇതിന്റെ ആവശ്യം വിശദീകരിച്ചത്. റെസ്റ്റോറന്റുകളിൽ 3 ഷിഫ്റ്റുകളിൽ കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണക്കാരായ വെയിറ്റർമാർക്ക് ലഭിക്കുന്ന ടിപ്പ് തുകയിന്മേൽ നികുതി ഒഴിവാക്കാൻ റിപ്പബ്ലിക്കന്മാർ ശ്രമിച്ചപ്പോൾ ഡെമോക്രാറ്റുകൾ അതിനെതിരെ വോട്ട് ചെയ്തു. അതേസമയം മിനസോട്ട പോലെയുള്ള സ്ഥലങ്ങളിൽ വ്യാജ സംഘടനകളും തട്ടിപ്പുകാരും നികുതിദായകരുടെ കോടിക്കണക്കിന് ഡോളർ തട്ടിയെടുക്കുകയും അത്തരം പണം ഭീകര സംഘടനകളിലേക്ക് വരെ ഒഴുകുകയും ചെയ്യുന്നത് തടയാൻ അവർ ഒന്നും ചെയ്തതുമില്ല. ഇത്തരം അഴിമതികളും തട്ടിപ്പുകളും വേരോടെ പിഴുതെറിഞ്ഞ് ആ തുക സാധാരണക്കാരായ അമേരിക്കൻ നികുതിദായകർക്ക് തിരികെ നൽകുക എന്നതാണ് പുതിയ നാലാമത്തെ ബില്ലിന്റെ പ്രധാന ലക്ഷ്യം. ഇതുവരെയുള്ള കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ബില്ല് ട്രംപിന്റെ പ്രധാന നികുതി ഇളവുകൾ ഉൾപ്പെടുത്തിയ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലാണ്. രണ്ടാമത്തെ ബില്ല് അതിർത്തി സുരക്ഷയ്ക്കും അനധികൃത കുടിയേറ്റത്തിനെതിരെയുള്ള നടപടികൾക്കും പണം അനുവദിച്ച ബില്ലാണ്. മൂന്നാമത്തെ ബില്ല് $95 ബില്യൺ വ്യവസ്ഥകളുള്ളതാണ്. ഇതിൽ ഇറാനുമായുള്ള സൈനിക ചെലവുകൾക്ക് $73 ബില്യൺ, അതുപോലെ അമേരിക്കൻ കർഷകർക്ക് $12 ബില്യൺ, തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്ക് അതായത് സേവ് അമേരിക്ക ആക്ടിന് $10 ബില്യൺ എന്നിങ്ങനെയാണ് വകയിരുത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും സാമ്പത്തിക അച്ചടക്കം വേണമെന്ന് വാദിക്കുന്ന ചില റിപ്പബ്ലിക്കൻ അംഗങ്ങൾ മൂന്നാമത്തെ ബില്ലിലെ ഉയർന്ന ചെലവുകളിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇതിന് പരിഹാരമായാണ് സ്പീക്കർ മൈക്ക് ജോൺസണും ഭരണകൂടവും ചേർന്ന് അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറച്ച് പണം സമ്പാദിക്കുന്ന നാലാമത്തെ ബില്ല് അവതരിപ്പിക്കുമെന്ന് ഉറപ്പു നൽകിയത്. ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന ഒന്നാമത്തെ ബില്ല് അതായത് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് പാസ്സായി ഒരു വർഷം തികയുമ്പോൾ സാമ്പത്തിക ലോകത്ത് ഇത് എന്തൊക്കെ മാറ്റമാണ് ഉണ്ടാക്കിയത്? നമുക്ക് നോക്കാം. റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ടാക്സ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇതിൽ വിപ്ലവകരമായ മാറ്റങ്ങളെക്കാൾ പ്രധാനം സ്ഥിരതയാണ്. പഴയ 2017 ടാക്സ് കട്ട് ആൻഡ് ജോബ് ആക്ട് പോലെയുള്ള നിയമങ്ങളിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചിരുന്നതെങ്കിൽ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് ബിസിനസ്സുകാർക്ക് കൃത്യമായ ഒരു വ്യക്തത നൽകി. നിയമങ്ങളിൽ അടിക്കടി മാറ്റമില്ലാതെ അടുത്ത കുറച്ചു വർഷത്തേക്ക് ഒരു സ്ഥിരത ലഭിച്ചത് കമ്പനികൾക്ക് ദീർഘകാല നിക്ഷേപങ്ങൾ നടത്താൻ സഹായകരമായി എന്നാണ് വിദഗ്ധർ പറയുന്നത്. അടുത്തത് സെക്ഷൻ 1202 പുനരുജ്ജീവനമാണ്. ചെറുകിട ബിസിനസ് സ്റ്റോക്കുകളുടെ ആദായ നികുതി ഇളവ് വ്യവസ്ഥകൾ വിപുലീകരിച്ചത് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന്റെ വലിയൊരു നേട്ടമായാണ് കാണുന്നത്. ഇത് സ്റ്റാർട്ടപ്പുകൾക്കും സംരംഭകർക്കും വലിയൊരു കോർപ്പറേറ്റ് പ്ലാനിംഗ് അവസരമാണ് തുറന്നുകൊടുത്തത്. ഇവിടെ ബിസിനസ്സുകൾ ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യവും റോയിറ്റേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്കൻ ആദായ നികുതി വകുപ്പായ IRSൽ ജീവനക്കാരുടെ എണ്ണം കുറവാണെങ്കിലും അവർ AI സാങ്കേതിക വിദ്യ വൻതോതിൽ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. ലാപ്ടോപ്പും AI ടൂളുകളും ഉപയോഗിച്ച് കോടിക്കണക്കിന് ഡേറ്റകൾ നിമിഷങ്ങൾക്കുള്ളിൽ പരിശോധിച്ച് ടാക്സ് വെട്ടിപ്പുകൾ കണ്ടെത്താൻ IRSന് സാധിക്കും. അതിനാൽ നികുതി ഇളവുകൾ നേടുമ്പോൾ ബിസിനസ്സുകൾ കൃത്യമായ രേഖകളും സുതാര്യതയും സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരു വർഷം പൂർത്തിയാക്കിയ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിലൂടെ സാമ്പത്തിക മേഖലയിൽ വ്യക്തതയും സ്ഥിരതയും കൈവരിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു. മറുവശത്ത് സർക്കാർ പണം തട്ടിയെടുക്കുന്ന തട്ടിപ്പുകാരെ പൂട്ടാനും ആ പണം സാധാരണക്കാരായ നികുതിദായകരിലേക്ക് എത്തിക്കാനും ലക്ഷ്യമിട്ട്
4ാമത്തെ റീകൺസിലിയേഷൻ ബില്ലുമായി റിപ്പബ്ലിക്കൻ ഭരണകൂടം മുന്നോട്ടു പോവുകയാണ്. അമേരിക്കൻ സാമ്പത്തിക നയങ്ങളിൽ വരാനിരിക്കുന്ന ഈ നിർണായക മാറ്റങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്തെയും സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ അന്താരാഷ്ട്ര വാർത്തകൾ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.